നിപ്പ എന്നുള്ളതൊരു ഒരു രോഗാണുവിൻ്റെ പേരാണ്, ഒരു വൈറസിൻ്റെ പേരാണ്. ആ നിപ്പ എന്ന പേര് വന്നത്, ഈ വൈറസിനെ ആദ്യം കണ്ടെത്തുന്നത് മലേഷ്യയിലെ നിപ്പ എന്ന ഗ്രാമത്തിലായതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇതൊരു പ്രത്യേകതരം വൈറസാണ്. ഈ വൈറസ് താമസിക്കുന്നത് പ്രകൃതിയിലെ വവ്വാലിൻ്റെ ശരീരത്തിലാണ്. പിന്നെ പന്നികളുടെ ശരീരത്തിലും ജീവിക്കാം എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വവ്വാലിൻ്റെ ശരീരത്തിൽ ഇത് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വൈറസുകളുടെ പൊതുവായ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റൂ. വൈറസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ വളരെ ഏറ്റവും സൂക്ഷ്മമായ ജീവികളിലൊന്നാണ്. അതിന് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റില്ല. കാരണം സ്വതന്ത്രമായിട്ട് ഒരു ജീവി എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തമായിട്ട് നിലനിൽക്കുക, വംശവർദ്ധന നടത്തുക. ഇതാണല്ലോ ഒരു ജീവിയുടെ അടിസ്ഥാന സ്വഭാവം, അതിൻ്റെ അടുത്ത വംശത്തിന് ജന്മം നൽകുക. പക്ഷേ ഈ വൈറസുകളുടെ പ്രശ്നം, അതിന് ആ കഴിവ് സ്വന്തമായി ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ആ വൈറസ് ഒരു ക്രൈസിസിലാണ്. ശരിക്കും വൈറസിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. മറ്റേതെങ്കിലും ജീവിയുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ ജീവിയുടെ കോശങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് മാത്രമേ വൈറസിന് പറ്റൂ. മറ്റേതെങ്കിലും ഒരു ജീവിയുടെ കോശങ്ങൾക്കകത്ത് ജീവിച്ച് ഒരു സാധാരണ ജീവിയെപ്പോലെ ജീവിക്കാൻ കഴിയൂ. ഒറ്റയ്ക്ക് സ്വതന്ത്രമായി അതിന് പുറത്ത് പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ജീവിയുടെ ഉള്ളിൽ മാത്രമേ അതിന് ജീവിക്കാൻ പറ്റൂ, പുറത്ത് അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതി നോക്കിക്കഴിഞ്ഞാൽ വൈറസ് ഒരു ജീവിയാണോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു ജീവനുള്ള പദാർത്ഥമാണോ, ജീവനില്ലാത്ത പദാർത്ഥമാണോ? ഒരു പക്ഷേ അതിന് രണ്ടിനും ഇടയ്ക്കും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഒരവസ്ഥയുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സൂക്ഷ്മജീവിയാണ് വൈറസ്. പക്ഷേ മറ്റേതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ അത് കയറി കഴിഞ്ഞാൽ അതൊരു ജീവിയായിത്തീരും. അതിന് സ്വന്തമായിട്ട് അതിന് വംശവർദ്ധന നടത്താം, അതിന് ജീവിക്കാം. അപ്പോൾ അത്തരത്തിൽ ഈ വൈറസ്, നിപ്പ വൈറസ് എന്ന് പറയുന്ന വൈറസ്, അങ്ങനെയുള്ള കുറേയധികം വൈറസുകളുണ്ട്. ഈ വൈറസുകൾക്ക് ജീവിക്കാനായിട്ട് അത് കണ്ടെത്തിയിട്ടുള്ള ഈ പ്രകൃതിയിലെ ഒരു ശരീരമാണ് വവ്വാലിൻ്റെ ശരീരം. അവിടെ അത് സ്വസ്ഥമായി കഴിയുന്നു. വവ്വാലിനും പ്രശ്നമില്ല, ജീവിക്കും പ്രശ്നമില്ല. സാധാരണ വൈറസ് ശരീരത്തിൽ കയറുമ്പോൾ രോഗം ഉണ്ടാകുമല്ലോ. ഇത് വവ്വാലിനും രോഗമില്ല, ആ ജീവിക്കും പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ വായ്ക്കകത്തൊക്കെ ഒരുപാട് സൂക്ഷ്മാണുക്കളുണ്ട്. നമ്മുടെ കുടലിൽ സൂക്ഷ്മാണുക്കളുണ്ട്. നമ്മുടെ കുടലിൽ ദഹനത്തിന് സഹായിക്കുന്ന ഒരുപാട് സൂക്ഷ്മാണുക്കളുണ്ട്. ഇത് ശരീരത്തിനുള്ളിൽ കഴിയുന്നതുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് മാത്രമേ, നമുക്കൊരു ഗുണവുമാണുള്ളത്. അതുപോലെ വവ്വാലിൻ്റെ ശരീരത്തിൽ ഈ നിപ്പ വൈറസ് കഴിയുന്നത് കൊണ്ട് വവ്വാലിന് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ അവർ സുഖമായിട്ട് കാട്ടിനുള്ളിൽ എവിടെങ്കിലും ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലൊക്കെ ജീവിച്ചു പോകുന്നു. നമ്മളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഈ വവ്വാലിൻ്റെ ശരീരം സുരക്ഷിതമല്ലെങ്കിൽ, അല്ലെങ്കിൽ വവ്വാലിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ, അത് വവ്വാലിൻ്റെ ജീവിതത്തിന് ഒരു തടസ്സം ഉണ്ടാകുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടായാൽ, ഇപ്പോൾ ഇവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയാണ്, നമ്മളെന്ത് ചെയ്യും? ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന പൂച്ചയും പട്ടിയും ഒക്കെ വലിയ കുഴപ്പത്തിലാവില്ലേ, അല്ലേ? അതുപോലെ വവ്വാലിൻ്റെ ശരീരത്തിൽ ജീവിക്കുന്ന ഈ നിപ്പ എന്ന് പറഞ്ഞ സൂക്ഷ്മജീവി, വവ്വാലിൻ്റെ സാധാരണ ജീവിതത്തിനൊരു തടസ്സം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു കാട്ടിനുള്ളിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ തീപിടുത്തം ഉണ്ടായി വവ്വാലിൻ്റെ സാധാരണ താമസിക്കുന്ന വൃക്ഷങ്ങളൊക്കെ നശിച്ചു പോകുന്നു, വവ്വാലിന് താമസിക്കാൻ സ്ഥലമില്ല. ഇതൊരു സ്ട്രെസ് ഉണ്ടാക്കും. നമുക്കുണ്ടാകുന്ന പോലെ ഒരു സ്ട്രെസ്സാണ്. നമുക്ക് മാത്രമല്ല ലോകത്ത് സ്ട്രെസ് ഉണ്ടാകുന്നത്, എല്ലാ ജീവികൾക്കും സ്ട്രെസ് ഉണ്ടാകും, സംഘർഷം ഉണ്ടാകും. അതുപോലെ വവ്വാലിനൊരു സംഘർഷം ഉണ്ടാകും. അപ്പോൾ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ ഹോർമോണൽ ആയിട്ടുള്ള ബാലൻസ്, അതിൻ്റെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബാലൻസ്, അതിൻ്റെ ശരീരത്തിലെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം ഒരു സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ വവ്വാലിൻ്റെ ശരീരത്തിൽ സമാധാനപൂർണമായി കഴിഞ്ഞിരുന്ന ഈ നിപ്പ എന്ന സൂക്ഷ്മജീവിക്ക് ആ ശരീരത്തിൽ കഴിയാൻ വയ്യാതായിത്തീരും. ഈ സംഘർഷഭരിതമായ വവ്വാലിൻ്റെ ശരീരത്തിന് സാധാരണ പോലെ ചൂട് കൂടുന്ന അവസരത്തിൽ നമുക്ക് ഒരു മുറി കഴിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ സംഘർഷഭരിതമായ വവ്വാലിൻ്റെ ശരീരത്തിൽ കഴിയാൻ വയ്യാതാകുമ്പോൾ അതിന് ജീവിക്കാൻ കഴിയുന്ന ഈ വൈറസിന് ജീവിക്കാൻ കഴിയുന്ന മറ്റ് ജീവജാലങ്ങളെ അത് അന്വേഷിച്ച് പോകും, മറ്റ് ജീവികളിലേക്ക് പ്രവേശിക്കും. അതൊരു പക്ഷേ ഒരു പന്നിയാവാം. പന്നിയിലേക്ക് കയറി നമുക്ക് ഇപ്പോൾ അറിയാം, അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു മറ്റേതെങ്കിലും സർപ്പമാകാം. കോവിഡിൻ്റെ വൈറസ് അങ്ങനെയാണല്ലോ, അത് സർപ്പത്തിലേക്കും ഈനാമ്പച്ചിയിലേക്കും കയറി. അപ്പോൾ ഈ നിപ്പ വൈറസ് അങ്ങനെ കയറിയിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല, പക്ഷേ പന്നിയിലേക്ക് കയറിയിട്ടുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ട് അത് മനുഷ്യരിലേക്കും കയറാൻ ശ്രമിക്കും. അങ്ങനെ സ്വന്തം അസ്തിത്വം തകരാറിലാകുന്ന വവ്വാലിൻ്റെ ശരീരത്തിൽ ജീവിക്കുന്ന വൈറസിൻ്റെയും അസ്തിത്വം തകരാറിലാകുമ്പോൾ ഈ വൈറസ് ജീവിക്കാൻ വേണ്ടി മറ്റ് ജീവികളുടെ ശരീരം അന്വേഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മനുഷ്യ ശരീരത്തിലേക്കും അബദ്ധവശാൽ യാദൃച്ഛികമായി എത്തപ്പെടുന്നു. പക്ഷെ നമുക്കതൊരു രോഗമാണ്. വൈറസിന് അതൊരു സർവൈവൽ പ്രശ്നമാണ്. വൈറസിന് ഈ ലോകത്ത് ജീവിക്കണം എന്നുള്ള അതിൻ്റെ ആഗ്രഹം കൊണ്ടാണ് അതത് ചെയ്യുന്നത്. പക്ഷെ നമ്മളിലേക്ക് അത് പ്രവേശിക്കുമ്പോൾ നമുക്കതൊരു രോഗമായി മാറും. കാരണം ഈ വൈറസിന് നമ്മുടെ ശരീരത്തിൽ ജീവിക്കാൻ പറ്റുന്ന നല്ല സുന്ദരമായ ഇടം എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസകോശങ്ങളും നമ്മുടെ തലച്ചോറുമാണ്. അപ്പോൾ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശ്വാസകോശത്തിലേക്കും നമ്മുടെ തലച്ചോറിലേക്കും എത്തുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഈ വൈറസ് അതിന് നമ്മുടെ ശരീരത്തിന് ഈ അവയവങ്ങൾക്ക് കേടുണ്ടാക്കുന്നു. അത് രോഗമായി നമ്മൾ അനുഭവിക്കുന്നു. അത് ആത്യന്തികമായി മരണത്തിലേക്ക് പോയി എത്തുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു വൈറസിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമായി ആ വൈറസ് നടത്തുന്ന സഞ്ചാരത്തിൻ്റെ ഭാഗമായി യാദൃശികമായി മനുഷ്യ ശരീരത്തിലെത്തുന്ന ഒരവസ്ഥയാണ് നമ്മളിന്ന് നിപ്പ രോഗ സംക്രമണമായിട്ട് നമ്മളിന്ന് അനുഭവിക്കുന്നത് കേരളത്തിൽ.